കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഈ കാണിച്ചിരുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് ഇപ്പോൾ അവിടെ പാർലമെന്റിൽ നടന്ന് പറയേണ്ടി വരും. അതൊന്ന് ജോൺ ബ്രിട്ടാസും ഒപ്പം തന്നെ ഓപ്പോസിറ്റായി നിന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപടല മൂഞ്ചുന്ന രീതിയിലുള്ള ഫൈറ്റാണ്. ഇവിടെ വിജയിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ പറയാൻ കഴിയുക അത് ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. അദ്ദേഹമാണ് ഈ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു സത്യത്തിനൊപ്പം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന BJP നേതാവുണ്ടല്ലോ, ജോർജ് കുര്യൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടാണ് കേട്ടോ. ഈ കമ്പാരിസൺ ഒക്കെ വളരെ വൃത്തിയായിട്ടാണ്. ആ ഒരു കമ്പാരിസൺ നമ്മൾ കാണുക തന്നെ വേണം. എങ്ങനെയാണ് ബ്രിട്ടാസ് ആ രണ്ടുപേരെയും അടിച്ച് പദം വരുത്തി അവിടെ ഇരുന്നതെന്ന് സിനിമയിൽ തന്നെയുള്ള ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം, ഒന്ന് കേട്ടോണേ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാധനയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളം തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സാർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കും. ഈ തെറ്റുപറ്റി മലയാളിക്ക് എന്ന് വെച്ചാൽ ആ തെറ്റ് പറ്റിയത് തൃശ്ശൂർക്കാർക്കാണ്. ആ ഒരു തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജയിപ്പിച്ചു വിടലാണ്. ജയിപ്പിച്ചു വിട്ടുന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ കുറെ സിനിമ ഡയലോഗ് പറയുന്നു എന്നല്ലാതെ വേറൊരു ഗുണവും അദ്ദേഹത്തോട് കിട്ടുന്നില്ല എന്ന് ഏകദേശം ഇപ്പൊ തൃശ്ശൂർക്കാർക്കും പൊതുവെ മലയാളികൾക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പറയുന്നത് കൃത്യമാണ്. ബ്രിട്ടാസ് പറയുന്നത് നിങ്ങളൊരു വിഷം എന്ന് തന്നെയാണ്. സംഘപരിവാറിനെയും BJPയെയും പറയുന്നത് നിങ്ങളൊരു വിഷമാണ്. ആ വിഷത്തെ നേമത്ത് ഞങ്ങൾ തുടച്ചു നീക്കിയതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ അടുത്ത തവണ കൃത്യമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വിഷത്തെ തുടച്ചു നീക്കുമെന്ന് തന്നെ പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രസംഗത്തിൽ നമ്മൾ കാണേണ്ടത് ഇദ്ദേഹത്തിന്റെ കമ്പാരിസനാണ്. കമ്പയർ ചെയ്തത് ഈ BJP നേതാക്കളെ കമ്പയർ ചെയ്തത് നമ്മുടെ മുന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. മുന്നേ നമുക്കറിയാം, ആ ഒരു സിനിമയിൽ ഒരു ഹിന്ദു മത വിശ്വാസിയായിട്ടുള്ള ഒരു രാജ്ഞിയുണ്ട്, അല്ലെങ്കിൽ ഒരു രാജഭരണം, അല്ലെങ്കിൽ ആ ഒരു നാട് മുഴുവൻ ഭരിക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചിരുന്നുണ്ട്. ആ സ്ത്രീയുടെ തൊട്ടടുത്ത് ഒരു അംഗരക്ഷകനായിട്ട് നിൽക്കുന്നത് മുസ്ലിം മത വിശ്വാസിയായിട്ടുള്ള മുന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു മുന്ന എന്ന മനുഷ്യൻ തന്നെയാണ് പിന്നീട് അവസാനം ഇവർക്കെതിരെ നിൽക്കുന്നത്. അതായത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണോ ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ എതിരെ മറ്റുള്ള ആളുകൾക്കൊപ്പം നേരെ ഓപ്പോസിറ്റുള്ള ശത്രുക്കളുടെ പക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്വന്തം മതങ്ങൾക്ക് എതിരെ തന്നെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടെന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു വിഷയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഭീകരമായിട്ടൊരു ആക്രമണം കുറച്ച് ക്രിസ്ത്യൻ പാദ്രിമാർക്കെതിരെയൊക്കെ നടന്നത്. അത് അതിഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയായിരുന്നു. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ചില ബിഷപ്പുമാരും ചില ക്രിസ്ത്യൻ പള്ളിയിലെ ചില അച്ഛന്മാരൊക്കെ നമ്മുടെ മുസ്ലിങ്ങളൊക്കെ മുഴുവൻ ഏകദേശം ഒരു മൂലയ്ക്കാക്കാനൊക്കെ സാധിക്കുന്ന വഖഫ് ബോർഡ് ആ ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ചില ആൾക്കാർ അതേ മതവിശ്വാസികൾ ഇപ്പോൾ പാർലമെന്റിലുണ്ടെന്നും അവരെല്ലാം മുന്നകളാണെന്നാണ് പറയുന്നത്. മുന്നേ പോലെയാണ് ഇരിക്കുന്നത്, അവർക്ക് തന്നെയാണ് ഈ കുഴി തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും വളരെ വൃത്തിയായിട്ടും നമ്മുടെ ജോൺ ബ്രിട്ടാസ് ആ സിനിമയെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഇത് എത്ര പേർക്ക് ഇങ്ങനെ തന്നെ മനസ്സിലായി എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണുക തന്നെ വേണ്ടി വരും. എന്തായാലും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ കാണാൻ സാധിക്കും. അത്തരം മുന്നമാരെ പോലെ ചില മുന്നമാര് ഇപ്പോഴും അവിടെ രാജ്യസഭയിലും പാർലമെന്റിലൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ ബ്രിട്ടാസ് MP ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കമ്പാരിസനൊക്കെ അടിപൊളി എന്നല്ലാതെ വേറൊന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്താ സുഹൃത്തുക്കളെ, ബൈ.